ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവുകയാണേ. അപ്പം ഞാനും നന്ദുക്കുട്ടനും ബാലക്കുട്ടിയും കൂടെ ആയിട്ടിപ്പോൾ പോകുന്നത്. അപ്പം നന്ദുട്ടൻ ദേ ഞാൻ ബാഗ് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൽ നടക്കുവാണേ. അപ്പം അങ്ങനെ ദേ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറേ ദൂരമുണ്ട്, ക്ഷീണത്തിലിരിക്കുവാണേ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് കുറച്ച് വയ്യാതെയൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് ചെയ്തതാട്ടോ അമ്മ കൃഷി. അപ്പോൾ ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനേ. അപ്പോൾ ഇതേ പാവലുണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ വഴുതനങ്ങയുണ്ട്, ചീര, പച്ചമുളക്, ബീൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ എന്നിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് അനിയത്തി പറഞ്ഞത്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു കുന്നുണ്ട്, അവിടെ പോയാൽ നല്ല വ്യൂ ആണേ, അവിടെ പോകാമെന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ ഒന്ന് കയറിപ്പോയി. ഇതാണ് കേട്ടോ അവിടെ നല്ല രസമായിട്ടാണ് കാണാൻ. ഇത് കയറിപ്പോകുന്ന വഴിയാണേ, കുറച്ചും കയറി പോകണം. അപ്പം നമ്മളിത് അവിടെ കയറി ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാട്ടോ അവിടുത്തെ വ്യൂ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാൻ കേട്ടോ, നല്ല ചെറുതായിട്ട് മഞ്ഞൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം അവിടെ പോയി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. ഇതാണ് നല്ല രസമായിട്ട് അവിടെ കാണാനായിട്ട്. സൈഡിലായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്കും ബാലക്കുട്ടിക്ക് ചെറിയ ചൂട്, ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ട് അമ്മ എടുക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. അതേ പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കും കേട്ടോ. വേണ്ടാതെന്ന് റെഡിയാകുന്ന കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അങ്ങനെയല്ലെങ്കിലും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.